ഗീതാ ഗോപി 2000-ലധികം വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. കൊണ്ടോട്ടി ഡോക്ടർ പി ജിജിയാണ് 1100 വോട്ടുകൾക്ക്. കുണ്ടറയിൽ പി സി വിശ്വനാഥ് വിജയം ആവർത്തിക്കുമോ എന്നതാണ്. 4000-ലധികം വോട്ടുകൾക്ക് ഇപ്പോൾ വിശ്വനാഥ് മുന്നിട്ട് നിൽക്കുകയാണ്. കൊയിലാണ്ടിയിൽ പ്രവീൺ കുമാർ 532 നേരിയ മേൽക്കൈ മാത്രമാണുള്ളത്. ഏറനാട് പി കെ ബഷീർ 7365 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഗിന്റെ പി കെ ബഷീർ മുന്നിട്ട് നിൽക്കുന്നു. വൈപ്പിനിൽ എം ബി ഷൈനിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. കുന്നംകുളത്ത് AC മൊയ്തീൻ ഇപ്പോഴും പിന്നിൽ തന്നെയാണ്. പിന്നിൽ തന്നെ തുടരുന്നു. രമേശ് ചെന്നിത്തല ലീഡ് ഉയർത്തുന്നു. 7000-ലധികം വോട്ടിന്റെ ലീഡ്. And it is a victory of the people of Kerala. Okay. യെസ്, ദീപാദാസ് മുൻഷിയുടെ പ്രതികരണം വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി പറയുന്നു. കേരളത്തിലെ ജനങ്ങൾ ശരിയായ തീരുമാനമെടുത്തു എന്നതാണ്. UDF അത്രമേൽ വലിയൊരു അപ്പർ ഹാൻഡ്. നമ്മുടെ ടാലി ഇപ്പോൾ 87-48 എന്ന നിലയിൽ കാണുന്നു. 2ഉം 3ഉം റൗണ്ടുകൾ മാത്രം പിന്നിട്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ തന്നെ കോൺഗ്രസ് ആഘോഷം തുടങ്ങുന്നു. പ്രതികരണങ്ങൾ വന്നു സംശയമില്ല. മന്ത്രിമാർ തകർന്നടിയുന്നു എന്ന് പറയുമ്പോൾ തന്നെ UDF ഭരണം ഉറപ്പിച്ചിരിക്കുകയാണ്. സജി ചെറിയാൻ ഒരു ആശ്വാസമായിരിക്കുകയാണ് LDF-ന്. സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ ഭൂരിപക്ഷം 4000 കടന്നു. എം ലിജു ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഭാഗ്യം കടാക്ഷിക്കാത്ത ഒരു യുവനേതാവാണ് എം ലിജു. എറണാകുളം ജില്ലയിൽ LDF-ന് ആശ്വാസം വൈപ്പിനാണ്. അവിടെ LDF ലീഡ് തിരിച്ചു പിടിച്ചു. 496 വോട്ടിന് എം ബി ഷൈനി മുന്നിൽ. അവിടെ നേരത്തെ ടോണി ചമ്മണിയായിരുന്നു മുന്നിൽ. മഞ്ചേശ്വരത്ത് അഷ്റഫിന്റെ മേൽക്കൈ 2400-ൽ അധികമാണ്. 2400-ന് മുകളിൽ ഇപ്പോഴും മഞ്ചേശ്വരത്ത്, അതായത് കെ സുരേന്ദ്രൻ ഇപ്പോഴും 2400-ഓളം വോട്ടുകൾക്ക് പിന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. ഇടതുകോട്ടയായ വൈക്കത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. LDF-ന്റെ ലീഡ് 224 വോട്ടുകൾ മാത്രമായി കുറഞ്ഞിരിക്കുകയാണ്. വൈക്കം CPI-യുടെ കോട്ടയാണ്. CPI തുടർച്ചയായിട്ട് ജയിക്കുന്ന മണ്ഡലത്തിലാണ് 224 വോട്ടിന്റെ ലീഡ്. വലിയ അത്ഭുതങ്ങൾ. ധർമ്മടത്ത് അബ്ദുൾ റഷീദിന്റെ ഭൂരിപക്ഷം 2077-ൽ തുടരുന്നു. ഇരിങ്ങാലക്കുടിയിൽ തോമസ് ഉണ്ണിയാടൻ 806 വോട്ടുകൾക്കാണ്. ഇരിങ്ങാലക്കുടിയിൽ തോമസ് ഉണ്ണിയാടൻ 806 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. 806 വോട്ട്, പക്ഷേ അതും വലിയൊരു മെജോറിറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നാട്ടികയിൽ ഗീതാ ഗോപിയുടെ മേൽക്കൈ എന്നത് 2000-ന് മുകളിലേക്കാണ്. എങ്കിൽ ചേലക്കരയാണ് ഇപ്പോൾ വളരെ സേഫായി, അതായത് 12000-ലധികം വോട്ടുകൾ ആണ് ചേലക്കരയും മേൽക്കൈയായി നേടിയിട്ടുള്ളത്. ചേലക്കര എന്തായാലും ഇടതു മുന്നണി ഉറപ്പിക്കുന്നു എന്നതാണ്. ഷൊർണൂരിൽ LDF ലീഡ് തിരിച്ചുപിടിക്കുന്നു. മമ്മൂക്കിയുടെ ലീഡ് തിരിച്ചുപിടിക്കുന്ന കാഴ്ചയാണ് ഷൊർണൂരിലുള്ളത്. 5 റൗണ്ടുകൾ പിന്നിടുമ്പോഴാണ് 2776 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോഴും VD സതീശന്റെ പ്രകടനം ഒട്ടും മികച്ചതല്ല എന്നത് പറയേണ്ടതുണ്ട്. ഇപ്പോൾ 995 വോട്ടുകൾ മാത്രമാണ് VD സതീശന് മുന്നിൽ. ഈ ടാലി നോക്കുകയാണെങ്കിൽ UDF-ന് 90 സീറ്റുകൾ കിട്ടുമോ എന്നുള്ളതാണ്. 90 സീറ്റുകൾ ഉണ്ടാകുമോ എന്നുള്ളത് മുന്നിലാണ്. മണലൂരിൽ 469 വോട്ടുകൾക്കാണ് സി രവീന്ദ്രനാഥ് മുന്നിൽ. ഫോട്ടോ ഫിനിഷിലെങ്കിലും ഒരുപാട് സീറ്റുകളിൽ 1000-നും താഴെ വോട്ടുകളുടെ ലീഡ്, വളരെ നേരിയ ലീഡ് മാത്രമാണ്. അതുകൊണ്ട് പോരാട്ടം നടക്കുന്ന ഒരു 30 സീറ്റുകളെങ്കിലും ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ആ ഫൈനൽ ടാലിയിലേക്ക് വരുമ്പോൾ UDF-ന് ഒന്നുകിൽ 90-ന് മുകളിലേക്ക് പോകാം. അങ്ങനെ വരുമ്പോൾ LDF 50-ൽ താഴെയാകും. 85-95 എന്നതിന് ഇടയിലേക്ക് നിൽക്കും എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഏകദേശം ഈ ടാലി പോകുന്നത്. പക്ഷേ അവിടെ അപ്പോൾ BJP നേടുന്ന സീറ്റുകൾ കൂടി നോക്കേണ്ടി വരും. BJP എന്തായാലും 3 സീറ്റുകളിൽ ലീഡുണ്ട്. 4 എന്നുള്ളത് തെറ്റാണ്. 3 സീറ്റുകളിലാണ്. പക്ഷേ വിജയത്തിലേക്ക് എത്തുന്ന 2 എന്ന നിലയിൽ നമുക്ക് പാലക്കാടുമാണ് ഇപ്പോൾ വിജയത്തിൽ എത്താൻ സാധ്യത എന്നുള്ളത്. നേമം BJP ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ പാലക്കാട് പക്ഷേ ആവർത്തിക്കേണ്ടത് അവസാനമാണ് UDF-ന്റെ മേൽക്കൈയുള്ള UDF ഒരു പക്ഷേ തൂത്തുവാരാൻ സാധ്യതയുള്ള ദൃശ്യങ്ങൾ. VD സതീശൻ വിജയം ആഘോഷിക്കുന്ന സതീശൻ. വലിയ മുന്നേറ്റമൊക്കെ നടത്തുമ്പോഴും സതീശൻ അത്ര സന്തോഷവാനായി നമുക്ക് തോന്നുന്നില്ല. കാരണം സ്വന്തം മണ്ഡലത്തിൽ അത്ര മികച്ച ഒരു പ്രകടനമല്ല സതീശന്റേത്. ഇന്നലെ പകൽ മുതൽ VD സതീശൻ മൗനത്തിലാണ്, മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല. ഇപ്പോഴും ദൃശ്യങ്ങളുണ്ട്. അദ്ദേഹം കുറച്ചുകൂടി കാത്തിരുന്നതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ പ്രതികരിക്കുക. 15,000 കടന്നു കുഞ്ഞാലിക്കുട്ടിയുടെ ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ 1269 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെ ചെങ്ങന്നൂരിൽ ഇപ്പോഴും സജി ചെറിയാൻ തന്നെയാണ്. തിരുവമ്പാടിയിൽ CK കാസിം ആണ് മുന്നിട്ട് നിൽക്കുന്നത്. 4 റൗണ്ടുകൾ പിന്നിടുമ്പോൾ 9000-ന് മുകളിലേക്ക് ലീഡെത്തുന്നു മാത്യു കുഴൽനാടന്റെ. ഒരു ലീഡിലേക്ക് പിണറായി
സംസാരിക്കുന്നത്. കായംകുളത്ത് എം ലിജു അയ്യോ, ആണ് 2000 വോട്ടുകൾക്ക്. കാഞ്ഞിരപ്പള്ളിയിൽ റോണി കെ ബേബി 1254 വോട്ടിന് മുന്നിൽ. കാഞ്ഞിരപ്പള്ളിയിൽ റോണി കെ ബേബി 1254 വോട്ടിന് മുന്നിൽ. ലിജുവിന്റെ ഭൂരിപക്ഷം 2026 ആയി. ലിജുവിന്റെ ഭൂരിപക്ഷം 2026. നേമത്ത് വീണ്ടും നേമത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നേറ്റം തുടരുകയാണ്. 1300 വോട്ടുകൾക്ക് നേമത്ത്, അതായത് BJP ഇത്തവണ വിജയം പ്രതീക്ഷിക്കുന്ന നേമത്ത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ 1300-ലധികം വോട്ടുകൾക്ക് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ആണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. കായംകുളത്ത് എം ലിജു ഇത്തവണ വിജയിച്ചു കയറുമോ? 2000 മാത്രമാണ് ഇപ്പോഴത്തെ മേൽക്കൈ. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയുടെ ലീഡ് കുറഞ്ഞു. ലീഡ് 1435 വോട്ടായി കുറഞ്ഞിരിക്കുന്നു പത്തനാപുരത്ത് എന്നതാണ്. ഒരു പക്ഷേ പത്തനാപുരത്ത് കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം എന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ ലീഡ് കുറയുന്നു എന്നതാണ് വിവരം. തൃത്താലയിൽ 1000-ന് മുകളിൽ ലീഡ് VT ബൽറാം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അതേസമയം വടകരയിൽ KK രമയുടെ ലീഡ്, വടകരയിൽ 5000-ന് മുകളിലേക്ക് KK രമയുടെ ലീഡ് എത്തിയിട്ടുണ്ട്. പക്ഷേ നാദാപുരത്ത് P വസന്തത്തിന്റെ ലീഡ് കേവലം 30 വോട്ടുകൾക്കാണ്. മാനന്തവാടിയിൽ ഉഷാ വിജയനാണ് UDF-ന്റെ സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നത്. കോവളത്ത് M വിൻസെന്റ് മുന്നിട്ട് നിൽക്കുകയാണ്. മാനന്തവാടിയിൽ ദേവികുളത്ത് രാജമാർ ഏറ്റുമുട്ടിയ ദേവികുളത്ത് F രാജയാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. 498 വോട്ടുകൾക്ക്. ഇതാ രമേശ് പിഷാരടി വീണ്ടും മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. 1427 വോട്ടുകൾക്ക്. പാലക്കാട് വീണ്ടും ശോഭാ സുരേന്ദ്രൻ മുന്നിൽ പോകുന്നു. പാലക്കാട് മിന്നിമറിയുകയാണ് അങ്ങനെ ലീഡ് നില. പാലക്കാട് പിരായിരിലേക്ക് നാദാപുരത്ത് P വസന്തം മുന്നിൽ 30 വോട്ടുകൾക്ക്. ഫാത്തിമ തെഹലിയ 2 റൗണ്ട് പിന്നിടുമ്പോൾ 3682 വോട്ടിന് മുന്നിലാണ്. അവിടെ ഏതാണ്ട് ജയത്തിലേക്ക് പോകുന്നുണ്ട് എന്നതിന്റെ സൂചനകളാണ് പേരാമ്പ്രയിൽ നിന്ന് വരുന്നത്. പാലക്കാട്ട് രമേശ് പിഷാരടി വീണ്ടും മുന്നിൽ. പാലക്കാട്ടെ ഫലം ഇങ്ങനെ മാറി മറിയുകയാണ്. 1427 വോട്ടുകൾക്കാണ് പാലക്കാട് ഇപ്പോൾ രമേശ് പിഷാരടി മുന്നിലുള്ളത്. ശോഭാ സുരേന്ദ്രൻ പുറകിൽ പോയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ശോഭ മുന്നിലായിരുന്നു. പ്രവീൺ കുമാർ ഏതാണ്ട് 3000 വോട്ടുകൾക്ക് മുന്നിലാണ്. അമ്പലപ്പുഴയിൽ G സുധാകരൻ വീണ്ടും മുന്നിലെത്തിയിട്ടുണ്ട്. 1500 വോട്ടുകൾക്കാണ് G സുധാകരൻ ഇപ്പോൾ അമ്പലപ്പുഴയിൽ മുന്നിട്ട് നിൽക്കുന്നത്. 1576 വോട്ടുകൾക്ക് G സുധാകരൻ. അതേസമയം രമേശ് പിഷാരടി പാലക്കാട് 1427 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. തൊടുപുഴയിൽ അബു ജോൺ ജോസഫ് വിജയത്തിലേക്ക് 5350 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ധർമ്മടത്ത് വീണ്ടും 2800. കേരളത്തിന്റെ ക്യാപ്റ്റന് വീണ്ടും തിരിച്ചടി. 4 റൗണ്ട് പൂർത്തിയാകുമ്പോൾ ധർമ്മടത്ത് വീണ്ടും പിണറായി പിറകിൽ 4000-ൽ പര വോട്ടുകൾക്ക് പിറകിൽ. വളരെ പ്രധാനപ്പെട്ട കണക്കാണ്. 3-ാം റൗണ്ടിൽ 2000-ൽ ആയിരുന്നു, 2077 എന്നതായിരുന്നു. അടുത്ത റൗണ്ടിലേക്ക് കയറുമ്പോൾ വീണ്ടും 2812 വോട്ടാണ്. LDF-നെ പിന്നോട്ടടിച്ച മുഖമേത് എന്ന ചോദ്യത്തിന് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.